ഈ ഡോക്ടറായാൽ നല്ല ബിസി ആവും എന്നൊക്കെ പറയല്ലോ. അപ്പോൾ ഈ അതിനിടയിൽ കൂടെ നമ്മൾ പാട്ട് പാടാനും അതേപോലെ ക്യാമറ ഷൂട്ട് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതിനൊക്കെ സമയം ഉണ്ടാവുമോ? പിന്നെ എന്താണ്, എല്ലാവരും പറയും ഡോക്ടറായി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ബിസി ആവും, നമുക്ക് വേറെ ഒന്നിനും സമയം ഉണ്ടാവില്ല, അതിൽ ഒതുങ്ങിക്കൂടും നമ്മൾ. നമുക്ക് കുറേ എന്താണ് പുതിയ ഇങ്ങനെ കുറേ പേഷ്യൻസ് ഉണ്ടാവും, അവരെ ഹീൽ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്, അതൊക്കെ ചെയ്യണം. പക്ഷെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന വേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മളെ ഫാമിലിയൊക്കെ നമ്മളെ ഇതുകൊണ്ട് സന്തോഷിക്കുന്നുണ്ടാവും, പക്ഷെ നമുക്ക് കൂടുതലായി സന്തോഷിക്കാനുള്ള കാര്യങ്ങളൊന്നും നമ്മളതിന് ഇടയിൽ ചെയ്യുന്നുണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് അതിനൊക്കെ സമയം ഉണ്ടായിട്ടുണ്ട്, നിങ്ങളെ പാഷൻ കൂടെ സൈഡിലൂടെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ടൈം ഉണ്ടായിട്ടുണ്ടോ? മെഹറൂഫ് സാർ और मैम उमा मेहरूफ सर इज द बेस्ट. ഒരു വളരെ മർമ്മത്തിലേക്കും ഒരു അമ്പാണ്. കാരണം അതിൻ്റെ ആ ഉത്തരം പറഞ്ഞതിന് മുമ്പ് ഒരു ചെറിയ കാര്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് ഒരു പശ്ചാത്തല ആവശ്യം, ഒരു ചിത്രം വരയ്ക്കുന്ന ക്യാൻവാസ് ആവശ്യമാണ്. നിങ്ങൾ ഈ 12 വർഷവും ഈ വളരെ ചെറുപ്പം മുതൽ ഒരു വർഷം ഈവൻ ഫ്രം യുവർ പ്രീ കിൻഡർ ഗാർഡൻ ഡേയ്സ് മുതൽ തന്നെ ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡിൻ്റെ മോഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്കാരാണ്. ഈ 12 വർഷം കഴിഞ്ഞ് ഇപ്പം മെഡിസിന് 5-6 വർഷം കഴിഞ്ഞാൽ PG, അതിനെ സൂപ്പർ PG ഇതെല്ലാം ചെല്ലുമ്പോൾ അവിടെയൊക്കെ തന്നെ ബ്രെയിൻ ഒരു കോമ്പറ്റേറ്റീവ് മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. എപ്പോഴും മത്സരങ്ങൾ. അതുകൊണ്ട് സ്ട്രെസ് എന്ന് പറയാൻ കാരണം അങ്ങനെയുള്ള അതിൻ്റെ ഉപോൽപ്പന്നമാണ്, അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ്. ഈ കോമ്പറ്റേറ്റീവ് മൈൻഡിൻ്റെ ബൈ പ്രോഡക്റ്റാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് സ്ട്രെസ് നിർബന്ധമാണ്, സ്ട്രെസ് ഇല്ലാത്തവർക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഹൗ ഡു വി മാനേജ് അവർ സ്ട്രെസ്, അത് സ്ട്രെസ്സിനെ നമ്മൾ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ കോൺഫ്രണ്ട് ചെയ്യുന്നു, അതിനെ എൻകൗണ്ടർ ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച ഒരു പോയിന്റ് തന്നെയാണ് ഈ മോള് സംസാരിച്ചത്. സ്ട്രെസ്സ് നമുക്കുണ്ടാകും. ആ സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ ഏറ്റവും മികച്ച വഴികൾ നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. അതിലേറ്റവും പരമപ്രധാനമായി നമ്മുടെ ഹോബി കൾട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു വിനോദം ഉണ്ടാവണം. ഒരു പക്ഷേ കഴിഞ്ഞ ഒരു 10 കുറേ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേ മാസം ആയിട്ട് നിങ്ങൾക്ക് ഒരു ഹോബിയിലേക്ക് പോകാനോ പാട്ട് കേൾക്കാനോ അല്ലെങ്കിൽ ഒരു വായിക്കുവാനോ ഒരു വിനോദത്തിന് പോകാനോ സാധിച്ചിരുന്നില്ല. കാരണം അത്രമാത്രം സാക്രിഫൈസോടെ കടന്നു വന്നതാണ്. അപ്പോൾ തീർച്ചയായും ഇവിടെ നിന്നുള്ള അങ്ങോട്ടുള്ള യാത്രയും തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, സംശയമൊന്നുമില്ല. കാരണം അത്രമാത്രം കോമ്പറ്റേറ്റീവാണ്. ഞാൻ മെഡിസിൻ കയറുന്നത് 1973 1973. അന്ന് 200 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ ഞാൻ ഒരാൾക്ക് മാത്രമേ അഡ്മിഷൻ കിട്ടിയിട്ടുള്ളൂ. അന്ന് പ്രൈവറ്റ് മെഡിക്കൽ കോളേജില്ല. ഇന്ന് എല്ലാ വീട്ടിലും 2-3 ഡോക്ടേഴ്സ് ഉണ്ട്. ഞാൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവിടെ അന്ന് കാർഡിയോളജിയിൽ DM ഉള്ള ഒരാളെ ഉണ്ടായിരുന്നു. ഇന്ന് കോഴിക്കോട്ട് ഏകദേശം ഒരു 100ന്റെ മേലെ കാർഡിയോളജിസ്റ്റുകളുണ്ട്. നോക്കണം. അപ്പോൾ ഇറ്റ് ഈസ് ഹൈലി കോമ്പറ്റേറ്റീവ്. അതിൻ്റെ ഭാഗമായിട്ട് നിർബന്ധമായും സ്ട്രെസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ മോൾ ചോദിച്ചതിലേക്ക് കടക്കാം. അതുകൊണ്ട് നമ്മൾ നമുക്ക് വേണ്ടി കൂടി ജീവിക്കേണ്ടതായിട്ടുണ്ട്. ഈ ജീവിതം എന്ന് പറയുന്നത് മറ്റൊരാൾ കൊടുക്കാനുള്ളത് തന്നെയാണെന്ന് വളരെ ആപ്തവാക്യം പറയുന്നത്. ഇറ്റ്സ് മോർ ഓഫ് ഗിവിങ് റദർ ദാൻ ടേക്കിംഗ്. പക്ഷേ കൊടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ സംഭരിച്ചേ പറ്റൂ. മടിയിൽ കനമുണ്ടെങ്കിൽ കൊടുത്തു തീർക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് മനസ്സിൽ സമാധാനവും നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുകയും മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ യു മേ നോട്ട് ബിക്കം എ സക്സസ്ഫുൾ ഡോക്ടർ. അപ്പോൾ അതിനുള്ള ഏറ്റവും മികച്ച വഴികൾ നിങ്ങളുടെ സ്വന്തമായുള്ള വിനോദങ്ങളും റിക്രിയേഷൻസും ഹോബീസും ഇതോടൊപ്പം കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ്. ഞാനൊരു മ്യൂസിഷ്യനാണ്. ഞാൻ ബൈ മിസ്റ്റേക്ക് ഡോക്ടറായി പോയതാണ്. എൻ്റെ പാഷൻ ഐ വാസ് എ മ്യൂസിഷ്യൻ. ഞാൻ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചതാണ്, വോക്കലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ പക്ഷേ അന്ന് ഈ മ്യൂസിക് അങ്ങനെ മെച്ചമുണ്ട്, ലേണിംഗ് സ്കില്ല് കൂടും. അന്നാരും പറഞ്ഞുതരാനുണ്ടായില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ മാർക്ക് പോട്ടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ തന്നെ വൈദ്യശാസ്ത്രത്തിൻ്റെ കൂടെ തന്നെ എൻ്റെ പാഷൻ കൊണ്ട് നടന്ന ഒരാളാണ്. ഇന്നും മ്യൂസിക് ഞാൻ കൈവിട്ടിട്ടില്ല. കാരണം എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നു. നമുക്ക് ഈ റിസോർട്ടിൽ പോകാതെ, സിനിമ കാണാതെ, അമേരിക്കയിൽ പോകാതെ അമേരിക്കയിൽ പോയ എഫക്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു പൂങ്കാവനം സൃഷ്ടിക്കാം. ഒരു മനുഷ്യന് തൻ്റെ അകത്ത് തന്നെ ഒരു പൂങ്കാവനം സൃഷ്ടിക്കാൻ സാധിക്കും. അതിന് ഏറ്റവും മികച്ചത് അയാളുടെ വിനോദങ്ങളാണ്, അയാളുടെ ഹോബീസാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ശ്രമവും വിശ്രമവും ഉണ്ടാകുന്ന പോലെ തന്നെ ശ്രമവും വിശ്രമവും വിനോദവും ഉണ്ടായിരിക്കണം. അപ്പോൾ തീർച്ചയായും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂർ എല്ലാവർക്കും ദൈവം കൊടുത്തിട്ടുള്ളൂ, സംശയമൊന്നുമില്ല. വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ ഖജനാവിൽ മാത്രമേ സമയമുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് ആ സമയത്തിൽ കുറച്ച് സമയം, അത് ചിലപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ വന്നതിന് ശേഷം രാത്രിയായിരിക്കാം, ആ സമയത്ത് ഡിന്നർ കഴിച്ചതിന് ശേഷം പിന്നെ അവിടെ അങ്ങോട്ട് 2-3 മണിക്കൂർ നിങ്ങളുടെ മണിക്കൂറുകളാണ്, അത് നിങ്ങളുടെ സമയമാണ്. ആ സമയത്ത് നിങ്ങൾ അവിടെ ആ സമയത്ത് നിങ്ങൾ പൂക്കണം, നിങ്ങൾ പൂത്തുലയണം. അതിന് വേണ്ടി നിങ്ങൾക്ക് മ്യൂസിക് ആവാം, നിങ്ങൾക്ക് മറ്റേ വേറെ എന്തെങ്കിലും റീഡിങ് ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ അതുകൊണ്ട് പറ്റുമെങ്കിൽ എല്ലാ മെഡിക്കൽ വിദ്യാർത്ഥികളും ഒരു സംഗീത ഉപകരണം പഠിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ചും ഒരു സോൾഫുൾ മ്യൂസിക്കിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസത്തിൻ്റെ അവസാനവും നിങ്ങൾ രാത്രി എല്ലാം കഴിഞ്ഞ് സ്റ്റോക്ക് ടേക്കിങ്, ഇന്ന് പകൽ ഞാൻ എന്ത് ചെയ്തു, എത്ര പേഷ്യൻസ് ഉണ്ട്, ആരൊക്കെ എന്നെ കൊണ്ട് മെച്ചം കിട്ടിയെന്ന് പറയുമ്പോൾ ആ സ്റ്റോക്ക് ടേക്കിംഗ് സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്കുള്ള ഒരു യാത്ര പുറപ്പെടേണ്ടതുണ്ട്. നിങ്ങളിലേക്കുള്ള യാത്ര, ആ നിങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് ഏറ്റവും മികച്ചത് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും. പറ്റുമെങ്കിൽ എല്ലാ മെഡിക്കൽ വിദ്യാർത്ഥികളും, ആൽബർട്ട് ഷ്വൈറ്റ്സർ ഈ ആഫ്രിക്കയിലേക്ക് വന്ന് ഇറങ്ങിയപ്പോൾ അദ്ദേഹം വാസ് എ ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഗിറ്റാർ ഉണ്ടായിരുന്നു, മറന്നു പോകണ്ട. അപ്പോൾ അതുകൊണ്ട് ഹോബീസിന് സമയം നമ്മൾ സമയം കണ്ടെത്തിയേ പറ്റൂ. എങ്കിൽ മാത്രമേ നമുക്ക് മുഖത്ത് പ്രസന്നവദനായിട്ടുള്ള അല്ലെങ്കിൽ പ്രസന്നവദനായിട്ടുള്ള ഒരു ഡോക്ടറായിട്ട് നിലനിൽക്കാൻ പറ്റുകയുള്ളൂ.